അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഉച്ചയൂണിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കറിക്കായിട്ട് ആവോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ആവോലി എന്നാണ് പറയുക ഇതിന്. അത് വാങ്ങിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കറിയുടെ അരപ്പ് തയ്യാറാക്കണം. തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും മഞ്ഞൾ പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കാം. ായിട്ടുള്ള പാത്രത്തിലേക്ക് അരപ്പൊഴിച്ച് തക്കാളി ചെറുതായി അരിഞ്ഞതും സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി 2 പീസ് കുടംപുളിയും ചേർത്ത് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം. വന്ന് തുടങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത മീൻ ചേർത്ത് കൊടുക്കാം. കടുകും നന്നായി മൂപ്പിച്ചെടുത്ത കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുകും ജീരകവും മൂപ്പിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കട്ട് ചെയ്ത് വെച്ച പയറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. വരുമ്പോൾ 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. എടുത്ത് വറ്റിച്ചെടുക്കണം. പയറ് തോരൻ റെഡി. വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി കൈവച്ച് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്രൈ ചെയ്യാനുള്ള മീനിട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. കുറച്ചും ഇട്ട് കൊടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. കക്കിരിക്കയും ക്യാരറ്റും ഇട്ട ഒരു സലാഡും മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.